ഗുഡ് ഈവനിങ് ഗൈസ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ അനലൈസ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ചെറിയ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ആയിരുന്നു. ഇനി മുതൽ എല്ലാ ദിവസവും ഗോൾഡിന്റെ അനലൈസ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗോൾഡ് വളരെ അഗ്രസീവായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും എന്നതിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് മന്ത്ലി ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. മന്ത്ലിയിൽ നമ്മൾ കാണുന്നത് ഗോൾഡ് ഏകദേശം ഇവിടെ നിന്ന് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഗോൾഡ് അത്യാവശ്യം നല്ല ബേസ് ക്രിയേറ്റ് ചെയ്ത് ഒരു കറക്ഷൻ തരാതെ ഗോൾഡ് എന്തായിട്ടുണ്ട്, മുകളിലേക്ക് ഒരു ഹൈ മൂവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് ഗോൾഡിലെ മന്ത്ലി ചാർട്ടിലെ മെയിൻ ആയിട്ടുള്ള ഏരിയ വരച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു സപ്പോർട്ടായി കാണുന്നത് മന്ത്ലിയിലെ ഗോൾഡിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മന്ത്ലിയിലെ ഗോൾഡിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ്. ഇത് നമുക്കൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി വീക്ക്ലി ചാർട്ടിലേക്ക് പോയി നോക്കാം. മന്ത്ലി മാർക്കറ്റ് ഹൈലി ബുള്ളിഷ് ആണ്. വീക്ക്ലി നോക്കുകയാണെങ്കിൽ വീക്ക്ലിയിലും മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. കാണും ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് മാർക്കറ്റ് വീക്ക്ലിയിൽ പോയിരിക്കുന്നത്. വീക്ക്ലിയിലും മാർക്കറ്റ് ഒരു ലോവർ ഹൈസ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിലെ വീക്ക്ലി ചാർട്ടിലെ മെയിൻ ആയിട്ടുള്ള ഏരിയ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ഇതിന്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം.
ഇതൊക്കെയാണ് വീക്കിലിയിലെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ്. മാർക്കറ്റ് ഒരു ലോവർ ഹൈസ് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മാർക്കറ്റ് വീക്ക്ലി ട്രെൻഡും അപ് ട്രെൻഡ് ആണ്. നമുക്ക് ഡെയിലി ചാർട്ടിൽ പോയപ്പോൾ ഒന്നുകൂടി മുന്നേ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഡെയിലി ചാർട്ടിലെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് പോയി നോക്കാം. ഡെയിലി ചാർട്ടിലെ മാർക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലോവർ ഹൈസ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രീതിയിലാണ് മാർക്കറ്റ് എന്തായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഡെയിലിയിൽ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലി മാർക്കറ്റ് കളർ ബ്ലാക്ക് കൊടുക്കാം. ഡെയിലിയിലുള്ള മെയിൻ ആയിട്ടുള്ള സോണുകൾ എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇതൊക്കെ അത്യാവശ്യം ഈ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ മാർക്കറ്റ് ചെറിയ രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മാർക്കറ്റ് ലോവർ ഹൈ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഡെയിലി ബയാസും അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് എൻട്രി ക്രൈറ്റീരിയ ഇതിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് എന്താക്കാം, 4 hour 30 minutes നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. 4 hourല് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് 4 hour നമ്മൾ ബയാസ് ആണെങ്കിൽ നോക്കാം ട്രെൻഡ് അപ് ട്രെൻഡ് ആണോ എന്ന് നോക്കാം. മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുള്ളിഷ് ആണ്. കാരണം ഒരു ലോവിനെ പോലും പിന്നെ കട്ട് CPI താഴോട്ടേക്ക് വന്നിട്ടില്ല. ഒരു ലോവർ ഹൈസ് ഉണ്ടാക്കി മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. പക്ഷെ മാർക്കറ്റ് ഹൈലി ഇവിടുന്ന് ബയേഴ്സ് നല്ല രീതിയിൽ തന്നെ ബയേഴ്സ് ഉണ്ടാക്കി പുഷ് ചെയ്ത് മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം 4 hourലും ബയേഴ്സ് നല്ല ബുള്ളിഷ് തന്നെയാണ്. 4 hourൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് നോക്കാം. ഫോറിന്റെ ഏരിയ മാർക്ക് ചെയ്തിട്ട് കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്.
4 ഹവറിലെ മെയിൻ ആയിട്ടുള്ള ഈ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഹവറിൽ നമുക്ക് ട്രേഡിംഗ് റേഞ്ച് ലാസ്റ്റ് വെച്ച് നമുക്ക് ട്രേഡിംഗ് റേഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ഫിബൊനാച്ചി വെച്ച് നമുക്ക് ട്രേഡിംഗ് റേഞ്ച് പിടിക്കാം. മാർക്കറ്റ് എക്സാക്ട്ലി ബുള്ളിഷ് ആണ്. അതിന് പുറമെ മാർക്കറ്റ് എക്സാക്ട്ലി ബുള്ളിഷ് ആണ്. ഈ ബുള്ളിഷ് മോഡിൽ തന്നെ മാർക്കറ്റ് എന്താണ് ഈ ഒരു പോയിന്റ് 2780 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഒരു ഫിബൊനാച്ചി ഇതിന്റെ താഴേക്ക് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണ് 20, 77, 80, 81 റേഞ്ചിൽ നിന്ന്. അതിന്റെ താഴെയായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട FVG കിടക്കുന്നുണ്ട്. FVG കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു ഓർഡർ ഓഫ് ഫ്ലോ ആണത്. ലാസ്റ്റ് ഉണ്ടാക്കിയ മൂവ്മെന്റ്സിന്റെ ഇത് മാർക്കറ്റിന്റെ ഒരു ഓർഡർ ഓഫ് ഫ്ലോ ഏരിയ ആണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതിന് പുറമെ തന്നെ തൊട്ട് മുകളിലായിട്ട് മാർക്കറ്റിന് 4 ഹവറിൽ FVG ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 hour FVG ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫിബ് 5 ഫിബ് 6 കൂടി കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബൈ എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ബൈ എൻട്രിയുടെ ഫസ്റ്റ് ടാർഗറ്റ് പറയുന്നത് 28.18 ആയിരിക്കും. അതല്ലെങ്കിൽ മാർക്കറ്റ് ഫിബ് 5 നിന്ന് തീരണം, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള FVG, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്താണ് ഇവിടെ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് 28.18 വെക്കാവുന്നതാണ്. അതിന് പുറമേ ഉള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് സെക്കൻഡ് TP ആയിട്ട് 28.40 എന്ന ഒരു പോയിന്റ് കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇത് ഹൈ 28.18, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് വന്ന് 28.40 നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്.
അതുകൊണ്ട് ഞാൻ വരച്ചിടുന്നുണ്ട്. അപ്പം ഈ രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്കൊന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി 30 മിനിറ്റ്സിലേക്ക് പോയി നോക്കാം. മോസ്റ്റ് പ്രോബബിളി 30 മിനിറ്റ്സിൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്താ ചെയ്യാം, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വീഡിയോ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. കഴിയുന്നതാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾ ഓഫ് യു ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.